തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. ഇനി നമ്മുടെ ടോപ്പ് സിംഗറിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്നാലും ഇപ്പൊ ഒരു സ്പെഷ്യൽ സെലിബ്രേഷൻ നടക്കാൻ പോവാണ്. ഈ സെലിബ്രേഷനിൽ നമ്മുടെ റിമിമോക്കായിരിക്കും ഏറ്റവും സന്തോഷം. കാരണം ആരാ വരുന്നേ? അണ്ണനോ? അണ്ണനാ വരാൻ പോകുന്നേ. വെൽക്കം അണ്ണൻ ഓൺ സ്റ്റേജ്. കല്യാണ ഡ്രസ്സിലോ? ഗ്ലാമർ. അണ്ണന്റെ കല്യാണാണോ? അല്ലേ അണ്ണ ഇത് പക്ഷെ ഭയങ്കര ഒരു നിനക്ക് ചേരും നല്ല കളറും അണ്ണൻ എന്തോ ഒരു ഇത് എന്തോ ഒരു ഇതോ എന്തോ ഒരു ലക്ഷറി അല്ലേ? അങ്ങനെ പറയരുത്. കാരണം അവൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി പറയുന്നത് കണ്ടിട്ട് എന്തോ ഒരു ഇത് അങ്ങനെയല്ല. ആ ഒരു ഇതിന് രണ്ടർത്ഥമുണ്ട്. അതാ ഞാൻ ചോദിച്ചേ. പോസിറ്റീവ് നെഗറ്റീവ്. നമ്മൾ പോസിറ്റീവ് എന്നാലും അണ്ണനെ ഉദാഹരണം ഒരു മീനുട്ടി പോസിറ്റീവ് ഒരു നെഗറ്റീവ്. എന്താ വാച്ചിൽ എന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കളഞ്ഞപ്പോ റിമിമോളും അണ്ണനും കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ മാത്രമാക്കി. അത് കാണിച്ചേ. ഉണ്ടോ? ഇപ്പോഴും ഉണ്ടോ അത്? ഇല്ല, മാറ്റിയവൻ. പിന്നെ ഞാനുമായിട്ടുള്ള സ്നേഹം ബന്ധം വേർപെടുത്തി. നിങ്ങളുടെ ബന്ധം പിരിഞ്ഞോ? നിങ്ങൾ ബന്ധം പിരിഞ്ഞ് അവൻ പിരിഞ്ച്. എടാ നിങ്ങൾ ബന്ധം പിരിഞ്ഞോ? ഇല്ല ഫോട്ടോ മാറ്റി എന്റെ ഫോട്ടോ മാറ്റി ബാക്കി ഇതെല്ലാം ചെയ്ത് റിമിമോളെ മാത്രം. കാരണം അവിടുന്ന് എവിടുന്നൊക്കെയോ വിളിച്ചിട്ട് കുവൈറ്റിൽ നിന്ന് മസ്കറ്റിൽ നിന്നൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു റിമിമോളെ നീ പൊന്നുപോലെ. അത് മാത്രല്ല, റിമിമോളെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരൂ. കണ്ട അതുവരെ എത്തി. അതിന് എന്റെ അടുത്ത് നമ്പർ ഉണ്ടാകണ്ടേ? നീ ചോദിച്ചോ നമ്പർ ചോദിച്ചോ എന്നോട് ചോദിച്ചു. നിന്നോട് അവര് നമ്പർ ആൾക്കാർ നമ്പർ അവര് ചോദിച്ചു. ആന്റി തന്നെ എന്നോട് ചോദിച്ചു. നമ്പറൊക്കെ വാങ്ങിച്ചു വെക്കണ്ടേ? നിനക്ക് ആവശ്യമുള്ളപ്പോ വിളിക്കുകയും കാര്യങ്ങളൊക്കെ പറയണ്ടേ? അല്ലെന്ന്. എന്നിട്ട് അവൻ വന്നപ്പം നിന്നെ കണ്ടപ്പോ എന്തോ പോലെ ഇരിക്കുന്നു. ഓ, അങ്ങനെ ഒരു വാക്കേ ഞാൻ പറഞ്ഞോടാ. എടാ എന്തോ ഒരു അങ്ങനെ പറയൂ. എന്നെ കണ്ടിട്ട് സുന്ദരനായിരിക്കുന്നു പറഞ്ഞു. എന്നെ കണ്ടിട്ട് എന്തോ തളർത്താൻ നോക്കുന്നു. തളരരുത് രാമൻകുട്ടി, തളരരുത്. നല്ല രസമുണ്ടടാ. എന്തോ ഒരു ഇതെന്ന് വെച്ചാൽ സ്പെഷ്യലാന്ന്. ഒരു സ്പെഷ്യലാന്ന് ഉദ്ദേശിച്ചേ. നിനക്കിത് വേണം, നിനക്കിത് വേണം. നീ ആ ഫോട്ടോ അങ്ങ് മാറ്റിയരാ. ഇല്ലെങ്കിൽ നിനക്ക് ഇത് ഞങ്ങളും കൂടെ ഒരു വാച്ച് വാങ്ങാം. എന്നിട്ട് അപ്പുറത്തെ കൈ കെട്ടിക്കാൻ നോക്ക്. അത്രയല്ലേ കെട്ടിക്കാം. അവന് ഞാൻ വേറെ കളറുള്ള വാച്ച്, കാരണം ഈ കളർ എല്ലാത്തിനും ചേരില്ല. എന്നിട്ട് അവൻ എല്ലാത്തിന്റെയും കൂടെ ഈ വാച്ച് ഒരു വാച്ച് കൊടുത്തുള്ളൂ. അത് വേറെ ആൾക്കാർ. വാച്ച്, സൈക്കിള്, കാറൊക്കെ ആയി. അതെ. മക്കളെ ഏത് പാട്ടാ പാടുന്നത്? റംസാൻ നിലാവത്ത്. ഓ, അടിപൊളി പാട്ടാണല്ലോ. ദാസേട്ടൻ പാടി അഭിനയിച്ചാണത്. എം ജയചന്ദ്രൻ മ്യൂസിക്. എന്തോ ബോയ്ഫ്രണ്ട് സിനിമ ബോയ്ഫ്രണ്ട്. പിന്നെ ലിറിക്സ് കൈതപ്രം സാറ്, പാടിയത് യേശുദാസ് സാറ്. വർഷം 2005. അപ്പൊ തുടങ്ങാം നമുക്ക്. ഓക്കെ.
Dancers. Super, അണ്ണ. Nice. അണ്ണൻ തിരുമ്പി വന്നാച്ച്. ദേവദർശ് കുട്ട അണ്ണു അണ്ണൻ വെച്ച് കീറിയില്ലേ കാലക്കി സൂപ്പറായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. കാരണം ഒന്ന് രണ്ട് സ്ഥലം അത് ഭയങ്കര പ്രയാസമാണ് കിട്ടാൻ. കാരണം ദാസേട്ടൻ വെച്ച് സ്പ്രിഞ്ചിയ കുറെ ഏരിയാസ് ഉണ്ട്. ആ പൂമാരൻ, തുണ്ടുവല്ലയിലുള്ള രംഗിലെ പെണ്ണ്, പിന്നെ ആ പെണ്ണല്ലേ, പിന്നെ പൂമാരൻ ലാസ്റ്റിലുള്ള, അത് വല്ലാത്തൊരു മാരനായി പോയിട്ടു. അങ്ങനെയുള്ള ആ സംഗതികൾ മാത്രമേ പോയുള്ളൂ. ബാക്കി പാടിയതൊക്കെ പളുങ്ക് പോലും. ആ സംഗതി ഒന്ന് പിടിച്ചു നോക്കാമെന്ന് നോക്കാവോ വരുമെന്ന്. ഏഴാം കടലിന്റെ അക്കരെ നിന്ന് വന്നേ പെണ്ണേ പൂമാരൻ ഇച്ചിരിയും കൂടെ പൂമാരൻ പൂമാരൻ. അത്രേ ഉള്ളൂ, കുഴപ്പമില്ല. അതൊരെണ്ണം. പിന്നെ രംഗീലെ പെണ്ണല്ലേ ആ തുണ്ടുവല്ലയിൽ എങ്ങനെയായിരുന്നു? രംഗീലെ പെണ്ണല്ലേ. ആ കൊള്ളാം, കുഴപ്പമില്ല. രണ്ടാമത്തെ പ്രാവശ്യം പാടിയപ്പോൾ ശരിയേ, ഒരു പ്രാവശ്യം ഒന്ന് പോയി. പിന്നെ കടലിനക്കരെ നിന്ന് അതെങ്ങനെയായിരുന്നു തുടക്കത്തിൽ പല്ലവില്? ഏഴാം കടലിന്റെ അക്കരെ നിന്ന് ആ വന്നേ. അങ്ങനെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങളേ ഉള്ളൂ. പക്ഷേ മൊത്തത്തില് നീ അടിച്ചു പൊളിച്ചു. മാത്രമല്ല ദാസേട്ടന്റെ ഒരു സ്പെഷ്യൽ സംഗതിയുണ്ട് ചരണത്തിൽ, പ്രായം കഴിഞ്ഞടി ചിട്ടിക്കുരുവി. അത് നീ ദാസേട്ടൻ എങ്ങനെയാണോ പാടിയിരിക്കുന്നത് അതുപോലെ തന്നെ പാടി. ഒന്ന് കേൾക്കാനൊരാഗ്രഹം, ഒന്ന് പാടി. കിങ്ങിണിത്തുമ്പി തൊട്ട് പാടും. കിങ്ങിണിത്തുമ്പിയെ കിങ്ങിണിത്തുമ്പിയെ പിടിക്കണ പ്രായം കഴിഞ്ഞടി കുട്ടിക്കുരുവി. പ്രായം കഴിഞ്ഞടി ചിട്ടിക്കുരുവി. പ്രായം ഒരു അനുനാസികം ചേർത്തിട്ട് പാടുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് നന്നായിരുന്നു. അവനെ ടോട്ടലി നല്ല രസമായിരുന്നു. നല്ല നല്ല ഗുമ്മെന്നിരുന്നു ഡാൻസേഴ്സും എല്ലാം കൂടി ചേർത്ത്. ഗുഡ്. ഈ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന സിനിമയിൽ ഈ പാട്ടുണ്ടല്ലോ, ഇതൊരു രക്ഷയില്ല. എന്തൊരു ഓളവാ ഇത്. എം ജയന്ദ്രൻ സാറിന്റെ മ്യൂസിക്കിലുള്ള ഈ പാട്ട്. അതുപോലെ ദാസന്റെ ശബ്ദത്തിലും കൂടെ വന്നു. പിന്നെ അത് മാത്രം അദ്ദേഹം പാടി അഭിനയിച്ചേക്കുവാണല്ലോ. നമ്മൾ പണ്ടൊക്കെ ഏതോ ഒരു പടം സുറുമ, നല്ല സുറുമ, അതിനുശേഷം എനിക്ക് തോന്നുന്ന ഇതായിരിക്കും. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയില്ല, അങ്ങനെ അത് പാടിയിട്ടുണ്ട്. അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ശരി ശരി. ഭരതേട്ടനുണ്ട് അതിനകത്ത്. ഉഗ്രനായിട്ട് പാടിയിടാ. ഈ പറഞ്ഞാല് അത് നിസ്സാര സംഗതികളല്ല. ഇന്നാണല്ലോ കല്യാണം, അത് പിന്നെ പൂവാരൻ, ഈ സാധനം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം പറയട്ടെ. അത് നല്ല രസമുണ്ട്. അതൊക്കെ നല്ല നീ വെച്ച് കീച്ചി. അതിന്റെ തന്നെ സെക്കൻഡ് പൊട്ടാസ് പൊട്ടിച്ച നടന്നൊരു കാലം കഴിഞ്ഞടി മോഹബത്തിൻ പെണ്ണേ, അത് നല്ല രസമുണ്ടായിരുന്നു. ഡിറ്റോ നീ ശ്രമിച്ച്. കാരണം നമ്മൾ ആ ഒരു ഇടയ്ക്കത്തെ ശബ്ദോടപ്പിനൊക്കെ ശേഷം എനിക്ക് തിരിച്ചു വരണം എന്നുള്ള ശക്തമായ നിന്റെ ഒരു ഇത് ഈ പാട്ടിൽ നമുക്കത് കിട്ടി. നല്ല പഞ്ചുണ്ടായി, നല്ല പവർ ഉണ്ടായിരുന്നു. നീ മാക്സിമം ശ്രമിച്ചു കേട്ടോ. പിന്നെ അല്ലേ അത്ര കുനുകുനാന്നുള്ള ചില സംഗതികളിൽ അതിപ്പം കിട്ടത്തില്ല. അത് ഇത്രയും ശ്രമിച്ചിട്ട് ഇത്രയും വന്നല്ലോ, സൂപ്പറായടാ. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചതല്ല കല്യാണ ഡ്രസ്സിലാ വന്നേക്കുന്നതെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത്. അപ്പൊ കല്യാണ ചെറുക്കനുമായി കല്യാണ വേഷത്തിലും ഞാൻ കണ്ടു. കലക്കി. നീ നമ്പർ മാത്രം അല്ലേ കൊടുത്താ മതി. നമ്പർ കൊടുക്കാൻ നിനക്ക് ഇപ്പൊ തന്നെ വേണോ? എല്ലാരും കേക്കട്ടെ. മൈ ഫോൺ നമ്പർ ഈസ് 2255. നിനക്ക് വേണ്ടി മാത്രം വിളിക്കാൻ പറ്റുന്ന നമ്പർ, നീ മാത്രം വിളിച്ചാൽ കിട്ടുന്ന നമ്പർ. മറ്റേ ആന്റി വിളിച്ചാൽ കിട്ടത്തില്ല. എല്ലായിടത്തും 10 നമ്പർ അല്ലേ? എടാ പക്ഷെ ഞാൻ നിനക്ക് നമ്പർ എന്നാലും നിനക്ക് മാത്രമുള്ള നമ്പരാ അത്. നീ നിന്റെ ഫാൻസ് എന്ന് പറഞ്ഞ് വിളിച്ച് എല്ലാവർക്കും കൊടുക്കരുത് കേട്ടാ. നിനക്കും എനിക്കും മാത്രം അറിയാവുന്ന നമ്പർ. ഓക്കെ? യെസ്. പിന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ കൊടുത്തു. പിന്നെ നീ വേണമെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഇട്ട് സോറി ഇട്ടോ മൈ റിമി ചേച്ചീസ് നമ്പർ. അപ്പൊ അണ്ണൻ ഇന്ന് കിട്ടുന്ന മാർക്ക് 99 out of 100. താങ്ക് യു സാർ. ആടി ഒരു MJ സാർ പുകുതി. ഹാപ്പി അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.